ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല യൂണിയൻ 2023-24 ഭാരവാഹികളുടെയും സെനറ്റ് സ്റ്റുഡൻസ് കൗൺസിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുനഃക്രമീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി പ്രസ് റിലീസിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ആൾസോ സ്പോട്ട് അഡ്മിഷൻ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ കാര്യവട്ടം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ കേരള IMK CSS സ്കീമിൽ MBA 2024-26 ബാച്ച് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. MBA ട്രാവൽ ആൻഡ് ടൂറിസം SIUC LC1 OBH1 താല്പര്യമുള്ളവർ 2024 സെപ്റ്റംബർ 2 10 മണിക്ക് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് കോളേജിൽ എത്തിച്ചേരേണ്ടതാണ്. ഇനി പരീക്ഷാ ഫലങ്ങൾ നൽകിയിട്ടുണ്ട്. 2024 മാർച്ചിൽ നടത്തിയ രണ്ടാം സെമസ്റ്റർ BA BSc BCom ന്യൂ ജനറേഷൻ ഡബിൾ മെയിൻ റെഗുലർ 2022 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2021 അഡ്മിഷൻ സപ്ലിമെൻ്ററി 2020 അഡ്മിഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മപരിശോധനയ്ക്കും 2024 സെപ്റ്റംബർ 10 വരെ SLCM മുഖേന അപേക്ഷിക്കാം. മൂന്നാം സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന സെപ്റ്റംബർ 9 വരെ അപ്ലൈ ചെയ്യാം. ഇനി പ്രൊജക്ട് വൈവയാണ്. 8ാം സെമസ്റ്റർ BTech 2013 സ്കീം ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിൻ്റെ വെബ് ആപ്ലിക്കേഷൻ ലാബ് പ്രൊജക്ട് ആൻഡ് വൈവ പരീക്ഷകൾ കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വെച്ച് 2024 സെപ്റ്റംബർ 4-6 തീയതികളിൽ നടത്തുന്നു. 4ാം സെമസ്റ്റർ MA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പരീക്ഷയുടെ അനുബന്ധ വൈവ കോഴ്സ് സെപ്റ്റംബർ 11 അതാത് കോളേജുകളിൽ നടത്തുന്നു. 4ാം സെമസ്റ്റർ MA ഇക്കണോമിക്സ് ബിഹേവിയർ എക്കണോമിക്സ് ആൻഡ് ഡേറ്റ സയൻസ് പരീക്ഷയുടെ വൈവ കോഴ്സ് പരീക്ഷകൾ സെപ്റ്റംബർ 11 നടത്തുന്നു. പരീക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. MBA ട്രാവൽ ആൻഡ് ടൂറിസം മേഴ്സിന് 2019-11 സ്കീം 2009-13 അഡ്മിഷൻ പരീക്ഷ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഫൈൻ ഇല്ലാണ്ട് സെപ്റ്റംബർ 9 വരെയും 150 രൂപ ഫൈനോട് കൂടി സെപ്റ്റംബർ 12 വരെയും 400 രൂപ ഫൈനോട് കൂടി സെപ്റ്റംബർ 18 വരെയും അപ്ലൈ ചെയ്യാം. ഇനി സ്ക്രൂട്ടിനി ഡീറ്റെയിൽസ് ആണ്. 2024 ഏപ്രിൽ നടത്തിയ 1-2 സെമസ്റ്റർ BCom 2023 ഡിസംബറിൽ നടത്തിയ 5-6 സെമസ്റ്റർ BCom എന്നീ പരീക്ഷകളുടെ സൂക്ഷ്മപരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ ID കാർഡും ഫോട്ടോയുമായിട്ട് EJ 7 സെക്ഷനിൽ ഹാജരാകണം സെപ്റ്റംബർ 2. ദെൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ 2024 ജനുവരിയിൽ നടത്തിയ 1-2 സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി പരീക്ഷയുടെ 2ാം സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി പരീക്ഷയുടെ സൂക്ഷ്മപരിശോധനയ്ക്ക് EJ 3rd സെക്ഷനിൽ സെപ്റ്റംബർ 3 മുതൽ 10 വരെയുള്ള ടൈമിൽ ഹാജരാകണം. ദെൻ ഒക്ടോബറിൽ നടത്തിയ 3ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് LLB പരീക്ഷയുടെ സ്ക്രൂട്ടിനി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമായിട്ട് സെപ്റ്റംബർ 2 മുതൽ 2, 3, 4 തീയതികളിൽ റീവാലുവേഷൻ EJ 10 സെക്ഷനിൽ ഹാജരാകണം എന്നുള്ള കാര്യം കൂടി യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. ദെൻ PhD നൽകിയതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ അപ്ഡേറ്റിൽ നൽകിയിട്ടുണ്ട്, പ്രസ് റിലീസ് അപ്ഡേറ്റിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് 30ാം തീയതി ഇന്നലത്തെ അപ്ഡേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ PhD എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഒക്ടോബർ 26 വരെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന 2024 വർഷത്തെ PhD എൻട്രൻസ് പരീക്ഷയ്ക്ക് യോഗ്യതയായിട്ടുള്ളവർ അപേക്ഷ ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 30 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ 3ാം സെമസ്റ്റർ BCom കൊമേഴ്സ് ആൻഡ് ടാക്സ് പ്രൊസീജിയറിൻ്റെ ഒക്കെ തന്നെ റിസൾട്ടുകൾ വന്നതിന് സെപ്റ്റംബർ 7 വരെ നിങ്ങൾക്ക് സ്ക്രൂട്ടിനി റീവാലുവേഷന് അപ്ലൈ ചെയ്യാം. MCOMൻ്റെ വന്നതിൻ്റെത് നിങ്ങൾക്ക് SLCM പോർട്ടൽ മുഖേനയും കേരള യൂണിവേഴ്സിറ്റി സൈറ്റ് മുഖേനയും സെപ്റ്റംബർ 9 വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ടൈം ടേബിൾസ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്തുന്ന 2, 4, 6 സെമസ്റ്റർ BDS ഫാഷൻ ഡിസൈൻ പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂലൈയിൽ നടത്തിയ 1ാം സെമസ്റ്റർ MSc സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് MSc സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് സ്പെഷ്യലൈസേഷനെയും ഡേറ്റ അനലിസ്റ്റ് പരീക്ഷയുടെ പ്രാക്ടിക്കലും വൈവ കോഴ്സും സെപ്റ്റംബർ 3-6 വരെ സെപ്റ്റംബർ 9, 12 തീയതികളും അതാത് കോളേജിൽ വെച്ച് നടത്തുന്നു. ദെൻ സെപ്റ്റംബർ 2, 12 വരെ അതത് കോളേജിൽ വെച്ചിട്ട് 4ാം സെമസ്റ്റർ MSc ഹോം സയൻസ് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എക്സ്റ്റൻ എഡ്യൂക്കേഷൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നീ പരീക്ഷകളുടെ എക്സാംസിൻ്റെയും ടൈം ടേബിൾസ് സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവയൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ. കൂടുതൽ ഇൻഫോർമേഷൻ വളരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.